നിന്നിലലിയ. രചന ആഷ്ലി. അവതരണം സാലിം കരുള. പറ പറയടി കോപ്പെ. അവളുടെ മുഖത്തിന് നേരെ മുഖം പഠിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഐ ലവ് യു പറ. നന്നേ പതിഞ്ഞു പോയ ശബ്ദത്തിൽ ആദ്യ ശ്വാസം എടുക്കാൻ പ്രയാസപ്പെട്ടവൾ പറഞ്ഞതും ചിരിച്ചുപോയി ശിവ. ഐ ലവ് യു ഡി, ഐ ലവ് യു സോ മച്ച് ഡേ മൈ ചട്ടമ്പി. പെട്ടെന്ന് എഴുന്നേറ്റ് പാടി കോപ്പെ. എന്നിട്ട് വേണം എനിക്ക് നിന്നെ കെട്ടിട്ട് സ്നേഹിക്കാൻ. കേട്ടോടി പുല്ലേ. കണ്ണീരും സന്തോഷവുമായി അവൻ പറഞ്ഞതും അവളുടെ വരന്റെ ചുണ്ടുകളൊന്നും മിന്നി. കണ്ണുനീരിൽ കലർന്ന അവന്റെ ചുംബനം അവളുടെ തണുത്ത നെറ്റിയിൽ പതിഞ്ഞു. ഒന്നല്ല പലവട്ടം. ശിവ പ്ലീസ് ഒന്ന് പുറത്തേക്ക് നിൽക്കും. താൻ്റെ അനുവിന് ദൈവം കൈവിടലിടും. പക്ഷേ നമുക്ക് ചെയ്യാനുള്ളത് കൂടി നമ്മൾ ചെയ്യണം. ഡോക്ടർ പറഞ്ഞത് മയലെ കൈകളിൽ പിടിച്ച് തലയാട്ടി പുറത്തേക്ക് നടന്നു ശിവ. ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങവേ മുന്നിൽ നിന്നവരെ പുറന്ന് നെഞ്ചിലേക്ക് വീണുപോയി. ശിവ എന്റെ എന്റെ കൊച്ച്. ആൽഫി വിറയലോടെ ചോദിച്ചതും നിന്റെ അല്ല എന്റെ പെണ്ണ്. അവള് പോവില്ല എന്നെ വിട്ട്. എനിക്ക് തിരിച്ചു കിട്ടിയട അവളെ. കണ്ണു നിറച്ച് ചിരിയോടെ അവൻ പറഞ്ഞതും സന്തോഷത്തോടെ അവൻ ഇറങ്ങെ പുണർന്നു ആൽഫി. ശിവയിൽ നിന്നും കേട്ട വാർത്ത അവിടെ കൂടുന്നവരുടെ എല്ലാം ജീവൻ തിരിച്ചു കൊടുത്തതായിരുന്നു. ഇറ്റ്സ് എ മിറാക്കിൾ ആൽഫി. മനുഷ്യൻ തോൽക്കുന്നതെന്ന് ദൈവം പ്രവർത്തിക്കുന്നു കേട്ടിട്ടില്ലേ? അങ്ങനെയൊന്നും തന്നെയാണ് അനുവിൽ സംഭവിച്ചിരിക്കുന്നത്. ഷീ ഈസ് ഓൾ റൈറ്റ്. അകത്തുനിന്ന് ഇറങ്ങി വന്ന ഡോക്ടർ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവിടെയെല്ലാം സന്തോഷം അതിര് കടന്നു. ആൽഫി ഒരു കൈകൊണ്ട് ശിവയെയും നീയെയും പുണർന്നു പിടിച്ചു. ഉള്ളം തണുത്ത് കഴിഞ്ഞതും ആൽഫിയുടെ നെഞ്ചിലേക്ക് ഒരു മുഖം കയറി വന്നു. തൽബലം അവന്റെ ചുവന്ന കണ്ണുകളിൽ ദേഷ്യം നിറയാൻ തുടങ്ങി. ചെയ്തു തീർക്കാതെ ബാക്കി നിർത്തിയത് പൂർത്തിയാക്കാനായി അവൻ പെട്ടെന്ന് അവരിൽ നിന്നും മാറി. ഞാനിപ്പോ വരാം എന്ന് ഗൗരവത്തോടെ പറഞ്ഞ് പോകാൻ തുടങ്ങിയതും ഇച്ചായ പിന്നിൽ നിന്ന് അവന്റെ കൈ പിടിച്ച് നീയെ വിളിച്ചതും ആൽഫി തിരിഞ്ഞു നോക്കി. ഞാനും വരും. വല്ലാത്തൊരു നിർദ്ദേശത്തോടെ കത്തുന്ന കണ്ണുകളുമായി അവൾ പറഞ്ഞതും ഒരു ചിരിയോടെ തന്റെ പാതിയായി അവളെ ചേർത്ത് പിടിച്ച് അവൻ മുന്നോട്ട് നടന്നു. ആൽഫിയുടെ കാർ അവരുടെ ഗോഡൌണിന് മുന്നിലെത്തിയതും അവന്റെ ആളുകൾ ആ വലിയ ഷട്ടർ തുറന്നു കൊടുത്ത് കാർ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അകത്തേക്ക് കയറിയത് നീയെ കണ്ടു. ഇരു കൈകളും കൂട്ടിക്കെട്ടി മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന രണ്ടുപേര്, ജോണും എബിയും. അനുവിന് വെടിയേറ്റപ്പോൾ ആൽഫി നിർവഹിച്ചത് എബിയുടെ കാലുകളിലേക്കായിരുന്നു. അവനെങ്ങ ഒറ്റയ്ക്ക് തീർക്കാൻ ആൽഫിക്ക് ഉദ്ദേശിച്ചില്ലായിരുന്നു. അവർക്ക് മുന്നിലായി ആൽഫി കാർ നിർത്തി. അവരെ തന്നെ നോക്കിയിരിക്കുന്ന നീയ കാറിൽ നിന്ന് ഇറങ്ങില്ലെന്ന് കണ്ടതും ആൽഫി കാർ ഡോർ തുറന്നിറക്കി. തല പൊട്ടി ചോരയിരിക്കുന്ന ജോണിന് ചെറിയൊരു ഞെരുക്കമേ ഉള്ളൂ. ഇരു കാലുകളിലും വെടിയേറ്റെങ്കിലും എബി ഇപ്പോഴും ഉണർന്നാണ് ഇരിക്കുന്നത്. നെയ്യ എനിക്കറിയാമായിരുന്നു നീ എത്തൂന്ന്. എന്നോട് ഗുഡ് ബൈ പറയാതെ പോകാൻ നിനക്ക് ആവില്ലല്ലോ അല്ലേ? ചോരയിരിക്കുന്ന മുഖത്തോടെ നീയെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും നീയുടെ മുഖം കോപത്താൽ ജ്വലിച്ചു. ഇച്ചായ എന്റെ മമ്മി അറിഞ്ഞ മരണപ്രപ്രാളം ഇവനും അറിയണം. എനിക്ക് കാണണത്. എബിയെ തന്നെ നോക്കി നീ അത് പറഞ്ഞതും ആൽഫിയിൽ ചിരി നിറഞ്ഞു. അടുത്ത നിമിഷം അവന്റെ ആളുകൾ വലിയൊരു ഗ്ലാസ് ബോക്സ് ഉന്തിക്കൊണ്ടുവന്ന് എബിയുടെ താഴെ വെച്ചു. അതിൽ നിറയെ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ആൽഫി കണ്ണുകൾ കൊണ്ട് കാണിച്ചതും എബിയെ കെട്ടിയ കയറ് താഴേക്ക് ചലിച്ചു. ചുണ്ടിൽ പിരിഞ്ഞ ചിരിയോടെ എബി അതിലേക്ക് മുക്കി. അപ്പോഴും അവന്റെ കണ്ണുകൾ കാറിലിരിക്കുന്നവരിലായിരുന്നു. വിരലിലെണ്ണാവുന്ന നിമിഷങ്ങളെ പിടിച്ചു നിൽക്കാൻ അവനായുള്ളൂ. മൂക്കും വായും വഴി ഉള്ളിൽ കയറിയ വെള്ളം അവന്റെ ജീവനെടുക്കാൻ തുടങ്ങിയതും എബിയുടെ ചുണ്ടിൽ ചിരി മാറി. മരണപ്രാളം അവനെ കാർന്നു തുടങ്ങി. വെള്ളത്തിൽ നിന്നും കരക്ക് പിടിച്ചിട്ട് ഒരു മീൻ കണക്കി അവൻ പിടച്ചു. ഒരു ശ്വാസം കിട്ടാതെ തുറന്നു വെച്ച മിഴികൾ തെല്ലടക്കാതെ നീയെ കണ്ടു. ആ കാഴ്ച ഒരിട്ട് പ്രാണവായു കിട്ടാതെ തൻ്റെ അമ്മയും പിടിഞ്ഞ അതേ അവസ്ഥ. നേരങ്ങൾക്കൊടുവിൽ തോൽവി സമ്മതിച്ച എബിയുടെ പിടച്ചിൽ നിന്നതും നീയെ കണ്ണുകളും നിറകേടച്ചു. അത്രയും നിർവൃതിയോടെ അവളുടെ ചുണ്ടുകളിൽ അപ്പോഴും ഒരു മന്ദഹാസം ഉണ്ടായിരുന്നു. ആൽഫി. അവശനായ ജോൺ പതിയെ വിളിച്ചതും ആൽഫി അവനെ നോക്കി. ഒരു കാര്യത്തിന് മാത്രം നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും തെരുവിലെറിയാതെ എൻ്റെ പെണ്ണിനെ വളർത്തിയതിന് അതിൻ്റെ ഒരു കൺസിഡറേഷൻ ഞാൻ നിങ്ങൾക്ക് തരുവ ജോണേ. പറഞ്ഞുകൊണ്ട് കയ്യിലെ പിസ്റ്റൾ എടുത്ത് അയാളുടെ തിരുനെറ്റിയിലേക്ക് നെറിയൊഴിച്ചു ആൽഫി. ഒറ്റ ബുള്ളറ്റ് ജോണിന്റെ ജീവനെടുത്തു. അതുകൂടി കേട്ടിട്ടാണ് നീ ആ കണ്ണുകൾ തുറന്നത്. അപ്പം മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന തന്റെ നീലക്കണ്ണുള്ള രാജകുമാരനെ കണ്ട് അവൾ പുഞ്ചിരിയോടെ നോക്കി. 5 വർഷങ്ങൾക്ക് ശേഷം അമ്മി. കുരിശുമുറ്റം വീട് കുലുക്കിക്കൊണ്ടൊരു കുഞ്ഞു വലിയ ശബ്ദമുയർന്നു. എൻ്റെ ഈശോയെ, ഈ ചെക്കനിപ്പോൾ എന്താണവ വേണ്ടേ? എബി പപ്പയുടെ മുറിയിലിരുന്ന് പപ്പയുടെ ഇൻസുലിൻ മരുന്ന് സിറിഞ്ചിലേക്ക് എടുക്കുന്നതിനിടയിൽ മുറിക്ക് പുറത്തേക്ക് നോക്കി നീയ പറഞ്ഞു. എന്നാടി മോളെ, അവൻ കിടന്ന് അലറി പോകുന്നുണ്ടല്ലോ. എന്നതാ പറ്റിയേ? ആർക്കറിയാം പപ്പേ. വളർന്നു വരുന്തോറും ദേഷ്യവും വാശിയും ഒക്കെ കൂടുതലാ ചെക്കന്. അതെങ്ങനെയാ? എല്ലാത്തിനും വളം വെച്ച് കൊടുക്കാനൊരു ചേച്ചി പെണ്ണും പപ്പയുണ്ടല്ലോ. പിന്നെ ആ ചെക്കൻ എങ്ങനെ വഷളാകാതിരിക്കും?
മുഖം കൂർപ്പിച്ച് നീയ പറഞ്ഞത് കേട്ട് എബി പപ്പ ചിരിച്ചുപോയി. അമ്മി ഇനി വാങ്ങിയേ. മുകളിലത്തെ നിലയിൽ നിന്നും കുഞ്ഞു ശബ്ദം പിന്നെയും വന്നു. എന്റെ മോളെ, നീ അങ്ങോട്ട് ചെല്ല്, ഇല്ലെങ്കിൽ ഈ വീട് എടുത്ത് തിരിച്ചു വെക്കും കുഞ്ഞൻ. പിന്നെ നമ്മുടെ സമയം കൂടി പോകും. വിനുവും നിത്യയൊക്കെ നമ്മളെ നോക്കിയിരിക്കുമായിരിക്കും. നീ വേഗം അങ്ങോട്ട് ചെല്ല്. ബാത്റൂമിൽ നിന്നും കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന സാറമ്മ പറഞ്ഞതും ഇവനെ ഇന്ന് ഞാൻ കയ്യിലെ മരുന്ന് സാറമ്മ കയ്യിലേക്ക് കൊടുത്ത് ദേഷ്യപ്പെട്ട് നീ പുറത്തേക്ക് ഓടി. നേരെ കുട്ടികളുടെ റൂമിലേക്കാണ് പോയത്. അവിടെ ചെന്ന് നോക്കിയതും കാണുന്നത് കാർഡ്ബോർഡ് മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുന്നതാണ്. നിലത്ത് കിടക്കുന്ന തുണികൾക്കിടയിൽ തൻ്റെ കുഞ്ഞു കൈകളിൽ അരക്ക് പിടിച്ച് ദേഷ്യത്തോട് അവനും നിൽപ്പുണ്ട്. കുരിശുമുറ്റത്തെ കുട്ടിക്കുറുമ്പൻ അബ്രഹാം നാഥൻ ആൽഫ്രഡ് എന്ന നമ്മുടെ 4 വയസ്സുകാരൻ നബിക്കുട്ടൻ. ഇവ കൊച്ചിൻ്റെയും ഇച്ചായൻ്റെയും രണ്ടാമത്തെ പ്രൊജക്റ്റ്. അഭിമോന് കുസൃതി മാത്രമല്ല, ദേഷ്യത്തിലും വാശിയിലും ആൽഫിയുടെ തനി ഫോട്ടോസ്റ്റാറ്റാണ്. അവൻ പിടിക്കുന്നിടം കിട്ടാൻ ചെക്കന് എന്ത് ചെയ്യും? ഇത് എന്നതാ കുഞ്ഞ നീ കാണിച്ചു വെച്ചേക്കുന്നേ? ഈ ഡ്രസ്സൊക്കെ എന്തിനങ്ങനെ വലിച്ചു വാരി നിർത്തിയേ? ഞായിൻ്റെ മൂച്ചോക്ക് ചപ്പ. ബ്ലൂ ഷോക്സോ? നിന്റെ ഷൂ സോക്സോ ഒക്കെ ഇട്ടിട്ടല്ലേ മാമി വല്ലേശൻ്റെ അരികിലേക്ക് പോയത്? അതെനിക്ക് വേണ്ട. ഈ കലയിൽ ചോദിച്ചിൻ്റെ കൂടി കൊല്ലില്ല. എനിക്ക് വേറെ വേനം. കുഞ്ഞുമുഖം വീർപ്പിച്ച് കുറുമ്പൻ പറഞ്ഞത് നീ അവനൊന്ന് ഇരുത്തി നോക്കി. കുളിച്ച് റെഡിയാക്കി ഡ്രസ്സ് ചെയ്തിരുത്തിയ ചെക്കനാണ്. ഇപ്പം ഇതൊക്കെ മതി കുഞ്ഞ, വന്നേ, സമയം പോയി. വേണ്ട, എനിക്ക് ബ്ലൂ ചോദിച്ച് മതി. മമ്മി എടുത്തിട്ടാ, ഇല്ല ഞാൻ ഭയത്തില്ല. കുറുമ്പന് വാശി കയറി. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ നിന്നെ കൊണ്ട് പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊള്ളാം. നീ അവനെ പിടിക്കാൻ മുന്നോട്ട് വന്നതും അച്ചോ അവന് പീച്ചുന്നേ, ചേച്ചി പിന്നെ എന്നെ പീച്ചോ. വലിയ വായിൽ കാറിക്കൊണ്ട് കുറുമ്പനോടി. നീയെ പിറകി നീയുടെയും ആൽഫിയുടെയും മുറിയിൽ ഓടിച്ചെന്നവൻ കയറിയതും 2 കൈകളും അവനെ പൊതിഞ്ഞു പിടിച്ചെടുത്തു. ചേച്ചി പിന്നെ. കുഞ്ഞി കുറുമ്പന് ഏറ്റവും ഇഷ്ടമുള്ള കൈകളിലെത്തിയതും അവൻ സന്തോഷത്തോടെ വിളിച്ചു. അവൻ്റെ ചേച്ചി പെണ്ണിനെ, അവിടെ എല്ലാം നീലക്കണ്ണുള്ള രാജകുമാരിയെ. 8 വയസ്സായി നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്, അല്ല കുഞ്ഞിൻ്റെ ചേച്ചി പെണ്ണിന്. ആൽഫിയുടെ നീലമിഴികളും നീയുടെ നുണക്കുഴി കവളുകളൊക്കെയായി ഒരു സുന്ദരി കുട്ടിയാണ് അവൾ. പാപ്പയുടെ പ്രിൻസസ്, അമ്മയുടെ ജോ. ചേച്ചി പെണ്ണിന്റെ കുഞ്ഞിക്കുറുമ്പനാണ് എബിക്കുട്ടൻ. വികൃതിയായ കുഞ്ഞിന്റെ സകല തല്ലുകൊള്ളിത്തരത്തിൽ നിന്നും രക്ഷിക്കുന്നത് നമ്മുടെ കുഞ്ഞിയാണ്. അവളുടെ ജീവനാണ് കുഞ്ഞൻ. എന്നെ അടക്കുറുമ്പ, രാവിലെ തന്നെ നീ എന്നെ ഒപ്പിച്ചേ. കുഞ്ഞി അവനെടുത്ത് പിടിച്ചതും കുഞ്ഞു കള്ളൻ ഡോറിലേക്ക് കള്ളനോട്ടം നോക്കി. അതിലെ ദേഷ്യപ്പെട്ട അകത്തേക്ക് വന്ന് നീയെ കണ്ടതും കുഞ്ഞിക്ക് കാര്യം പിടികിട്ടി. ഇത് കുറുമ്പന്റെ സ്ഥിരം നമ്പറാണ്. എന്നേലും പണി ഒപ്പിച്ചിട്ട് ചേച്ചി പെണ്ണെന്ന് വിളിച്ച് ഓടി വന്ന് കുഞ്ഞിയുടെ കയ്യിൽ കയറും. ആഹാ, ബോഡി കണ്ട് കയ്യിൽ കയറിയല്ലേ കുഞ്ഞ. ചേച്ചി പെണ്ണുണ്ടെന്ന ധൈര്യം ഒന്നും വേണ്ട. മറ്റേതൊക്കെ ഞാൻ എടുത്തു വെച്ച ഡ്രസ്സ് പോയി ഇട്ടോ. ഒരു കൈ ഏളിക്ക് കുത്തി നീയെ പറഞ്ഞതും കുറുമ്പൻ ചുണ്ടുപിളത്തി അവൻ്റെ ചേച്ചിയെ നോക്കി. മതി, ഷോപ്പിട്ടത് കള്ള. കുഞ്ഞിപ്പണ്ണി ചെക്കൻ്റെ മൂക്ക് പിടിച്ച് വലിച്ചു. അമ്മുകുട്ടി, ഇവൻ ഞാനും വെക്കാം. വേണ്ട പാവേ, സമയം പോയടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ചെക്കൻ്റെ കളി. നീ ഒരുക്കാൻ നിന്നാലേ അവൻ പിന്നെ ഇഷ്ടം പോലെ ചെയ്യൂ. ഇല്ല മമ്മി, ഞാനവനെ പെട്ടെന്ന് റെഡിയാക്കാം. മമ്മി ഡ്രസ്സ് മാറുന്ന ടൈമില് ഞങ്ങൾ 2 പേരും റെഡിയായിരിക്കും. പ്രോമീസ്. ശരി. കുഞ്ഞി പറഞ്ഞാൽ പിന്നെ നീയൊക്കെ അപ്പീലില്ലാത്തത് കൊണ്ട് അവൾ സമ്മതിച്ചു. ചേച്ചി പിന്നെ കന്തോ പാപ്പ പറയുമ്പോലെ ദേഷ്യം പറയുമ്പോ അമിന് മുഖം കാണാൻ ചൂപ്പരല്ലേ? കള്ളക്കുറുമ്പൻ കളിയോടെ പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണും തലയാട്ടി സമ്മതിച്ച് ചിരിച്ചു. ഡാ ചെറുക്ക, പിള്ളേർ കളിയാക്കുന്നത് കണ്ട നീ അവർക്ക് നേരെ ചെല്ലാൻ തുടങ്ങിയതും അവൾ നിൽക്കുന്നതിന് പിറകിലെ ബാത്റൂം തുറന്നിറങ്ങിയ ആൽഫി അവൾ 2 കൈകളിലും പൊക്കിയെടുത്തു. ആ പെട്ടെന്നായതിനാൽ പെണ്ണെന്ന് നീങ്ങി. എന്നതടി കെട്ടിയോളെ, രാവിലെ തന്നെ പിള്ളേരോട് നീ ചൂടാവുന്നേ? ഒരു കണ്ണിറുക്കി കുസൃതി ചിരിയോട് അവൻ ചോദിച്ചതും നീയുടെ മുഖം കുറുകി. ഓ, നിങ്ങളുടെ മക്കളല്ലേ? അല്ലെങ്കിൽ ഞാനെപ്പോഴും ഔട്ടാണല്ലോ. നിങ്ങൾ അപ്പനും മക്കളും ഒരു ടീം. ചുണ്ടു ചുളുക്കി നീയെ പറഞ്ഞതും ആൽഫി ഒന്ന് പൊട്ടിച്ചിരിച്ചു. മക്കൾ 2 പേരെയും കൂടെ കാണുമ്പോൾ നീയുടെ ചുണ്ടു ചുളുങ്ങും. അപ്പനെ പറിച്ചു വെച്ചേക്കുവാണ് ഇരുവരും. കുഞ്ഞിപ്പെണ്ണിന്റെ പേരിനെങ്കിലും നീയുടെ നുണക്കുളിച്ചിരി കിട്ടിയിട്ടുണ്ടെങ്കിൽ എബിക്കുട്ടൻ്റെ കാര്യത്തിൽ അതുപോലും ഇല്ല. കണ്ണ് തൊട്ട് തലമുടി വരെ അവൻ്റെ അപ്പൻ്റെയാണ്. കൂശുമ്പി. നീയുടെ കാതോരം ആൽഫി പറയവേ പെണ്ണിന്റെ കവളൊന്ന് തുടുത്തു. അപ്പോ എന്നാ ഞങ്ങളങ്ങോട്ട് പോട്ടെ? അപ്പനും അമ്മയും റൊമാൻസിക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായ കുഞ്ഞൊരാക്കിയ ചിരിയോടെ ചോദിച്ചു. പിന്നെന്നാ, അപ്പയുടെ മക്കൾ അപ്പുറത്ത് പോയി ഒരുങ്ങിക്കോ. അപ്പോഴേക്കും അപ്പ നമ്മുടെ അമ്മക്കുട്ടിയെ ഒരുക്കിക്കൊണ്ട് ഇപ്പൊ വരാം. കുറുമ്പ് തന്നെ ചിരിയോട് ആൽഫി പറഞ്ഞതും നീയെ കണ്ണു മിഴിച്ചു പോയി. വന്നേ, വേഗം വന്ന് നമ്മുടെ അമ്മക്കുട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് ഓടിപ്പോക്കോ.
ആൽഫി നീയെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഒന്ന് കുനിഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് കുറുമ്പനെ എടുത്തുകൊണ്ട് ചെന്ന് നീയയുടെയും ആൽഫിയുടെയും കവളിൽ മാറി മാറി ഉമ്മ വെച്ച് കുറുമ്പനും മതി. ചോയമ്മേ, കുഞ്ഞുട്ടൻ പറയവേ നീയുടെ ചുണ്ടുകളിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു. പപ്പയുടെ ഫേവറേറ്റ് ആണ് മക്കൾ രണ്ടെന്ന് പറയെങ്കിലും നീയൊക്കെ അവളാണ് അവർ 3 പേരുടെയും ജീവനെന്ന്. പിള്ളേർ മുറിയിൽ നിന്ന് പോയതും ആൽഫി നീയെയും കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ഇച്ചായ, ഇതെങ്ങോട്ടേക്ക് പോണേ? ഞാൻ കുളിച്ചതാ മനുഷ്യ. അത് സാറില്ല കെട്ടിയോളെ, ഞാനൊന്ന് കുളിച്ചതാ. നമുക്ക് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യടി. പെണ്ണിനെ ഒന്നുകൂടെ ഇറക്കി പോക്കി അവളുടെ കഴുത്തിൽ മുഖം പൂറ്റി അവന് പറഞ്ഞ് മേങ്ങിപ്പോയവൾ ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ചു അവനെ. വീണ മെമ്മോറിയൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നെഴുതിയ ആ വലിയ കെട്ടിടം നോക്കി നിന്ന വിരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കാരയിലടച്ചേക്ക, ഈ സന്തോഷ ദിനത്തിൽ നിന്നെ കണ്ണു നിറഞ്ഞ നമ്മുടെ വീണക്കത് സഹിക്കില്ല. വിനുവിനെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് നീയെ പറഞ്ഞതും അവളെ നോക്കിയൊന്ന് ചിരിച്ചു ചെക്കൻ. ഇന്ന് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനമാണ്. നിത്യ MBBSഉം വിനു MDയും കഴിഞ്ഞു. നീയുടെ ആഗ്രഹമായിരുന്നു വീണയുടെ പേരിൽ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങുന്നത്. അവൾക്ക് ജന്മം നൽകിയ പപ്പയും അമ്മയും നീയക്കായി മാറ്റിവെച്ച സമ്പാദ്യം എടുത്താണ് ആ ഹോസ്പിറ്റലിൽ കിട്ടിയത്. ബാക്കി വന്ന പൈസയ്ക്ക് നീയെ ജൂലിയുടെ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി. പാവപ്പെട്ട കുടുംബത്തിലെയും അനാഥരായ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നടത്തുകയാണ്. ചേട്ടമ്പി, എന്താ പെണ്ണൊരു മൗനം? ഏയ് ഒന്നുമില്ല ശിവേട്ടാ. അടുത്തിരിക്കുന്ന അനുവിന്റെ കവളിലൊന്ന് തോണ്ടി ശിവ ചോദിച്ചതും അവളൊരു പതർച്ചയോടെ മറുപടി പറഞ്ഞു. അപ്പോഴും ഉള്ളിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകും വഴിയാണ് ഇരുവരും. ശിവയുടെയും അനുവിൻ്റെയും വിവാഹം കഴിഞ്ഞ് 3 വർഷമായി. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് കുഞ്ഞുങ്ങളില്ല രണ്ടാൾക്കും. കുഞ്ഞിപ്പെണ്ണും കുറുമ്പനൊക്കെ തങ്ങളുടെ സ്വന്തം മക്കൾ തന്നെയാണ്. ഇരുവർക്കും അവർ അനുമ്മയും ശിവച്ചനുമാണ്. എങ്കിലും ശിവയ്ക്ക് വേണ്ടി അവൻ്റെ രക്തത്തിലൊരു കുഞ്ഞിനെ കൊടുക്കാൻ വല്ലാത്ത കൊതിയാണ് അനുവിന്. ഇടയ്ക്ക് പീരീഡ്സ് തെറ്റുമ്പോഴൊക്കെ ആകാംക്ഷയോടെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോഴൊക്കെ നിരാശയായിരിക്കും ഫലം. പിന്നെ അതങ്ങോട്ട് വിട്ടു. ഇന്നലെയും അതുപോലെ നായപ്പ് ഉറപ്പിക്കാനായി നിത്യയുടെ അരികിലേക്ക് ചെന്നു. അവൾ ഗൈനക്കോളജിസ്റ്റാണ്. പോയ കാര്യം ശിവയെ അറിയിച്ചില്ല. വെറുതെ എന്തിനാ ഒരു ഹൈപ്പ് കൊടുക്കുന്നതെന്ന് അവൾ ആലോചിച്ചു. ശിവയും മനുവും എത്തിയതിനൊപ്പം തന്നെ ലിയോണും കാർത്തികയും എത്തിയിരുന്നു. കൂടെ അവിടെ കുഞ്ഞിക്കിളിക്ക് ഇങ്ങനെ പോകും. തൻ്റെ ഇല്ലായ്മയെ തനിക്ക് താങ്ങായിരുന്നവളെ തൻ്റെ പാതിയാക്കില്ല. ലിയോണിൻ്റെയും കാർത്തികയുടെയും കല്യാണം കഴിഞ്ഞ് ചെക്കൻ കാത്തുവിനെ പഠിപ്പിക്കാൻ വിട്ടു. മുടങ്ങിപ്പോയ BSc നേഴ്സിംഗ് പൂർത്തിയാക്കിയതിനൊപ്പം MSന്റെ കൂടെ എടുത്തു. ഇപ്പോൾ നേഴ്സിംഗ് ടീച്ചറാണ് കാർത്തു. അവിടെ കുഞ്ഞു ലോകത്തിലേക്ക് കൂട്ടായി ജുവനിയ ലിയോൺ എന്ന കിങ്ങിണി മോളെത്തിയത് 1 കൊല്ലം മുന്നെയാണ്. വലിയ നിലവിളക്കിൽ ആദ്യം തിരികത്തിച്ചത് ആൽഫയും നീയയും ഒരുമിച്ചാണ്. പിറകെ വിപ്പ, സാറമ്മ, പിന്നെ അനുവും ശിവയും, പിന്നെ ലിയോണും കാർത്തുവും, ഒടുവിൽ കുഞ്ഞിപ്പെണ്ണയും കുഞ്ഞു കുറുമനെയും എടുത്ത് പിടിച്ചുകൊണ്ട് വിനുവിനെയും കയ്യിൽ പിടിച്ച് നിത്യയും അവളുടെ സ്വപ്നത്തിന് തിരിച്ചിരുന്നു. ദേ എല്ലാരും ഇങ്ങോട്ടൊന്ന് നോക്കിയേ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണെന്തോ പറയാനുണ്ടേ. ഉദ്ഘാടനം കഴിഞ്ഞവർ കുടുംബക്കാർ മാത്രമായി മെയിൻ ലോബിയിൽ നിന്നതും നിത്യ എല്ലാവരുമായി പറഞ്ഞു. നിത്യ കൊടുത്ത പേപ്പർ അനുവിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു കുഞ്ഞിപ്പെണ്ണ്. അവളത് വേഗം പൊട്ടിച്ച് വായിച്ചതും ഞെട്ടിലൂടെ അതിലേക്ക് നോക്കി. എന്താ അത്? അനുവിന്റെ നിറ കണ്ണുകൾ കാണാൻ ശിവ തിരക്കി. എന്റെ അനുമമ്മയുടെ വയറ്റിലേ നമ്മുടെ പുതിയ ഭാവിയുണ്ട്. കുഞ്ഞിപ്പെണ്ണ് അനുവിനെ കെട്ടിപ്പിടിച്ച് അവളുടെ വയറ്റിൽ ഒന്ന് ഉമ്മ വെച്ച് എല്ലാവരോടും കൂടിയായി പറഞ്ഞതും അത് കേൾക്കിയ ശിവ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അനുവിനെ നോക്കി. കുഞ്ഞിപ്പെണ്ണെ ചേർത്ത് പിടിച്ച് നിറകണ്ണുകളിൽ ചിരിയോടെയാണെന്ന് തലയാട്ടിയവൾ. അടുത്ത നിമിഷം പാഞ്ഞു നിന്ന് കുഞ്ഞിയെ അടക്കം മനുവിനെ ചേർത്ത് പിടിച്ച് പുണർന്നു ശിവ. ആ കുഞ്ഞുമാലാഖയുടെ വരവ് അപ്പോൾ ഉള്ള സന്തോഷത്തിന്റെ കൂടെ ഇരട്ടിമതം തന്നതുപോലെയായി. അങ്ങനെ അവരുടെ കാര്യം തീരുമാനമായി. ഇനി നിന്റെ എങ്ങനെയാടാ വിനുക്കൂട്ടാ? AB പപ്പ കളിയോടെ ചോദിച്ചതും വിനുവിന്റെ നോട്ടം പോയത് നിത്യയിലേക്കാണ്. MBBS കഴിഞ്ഞത് 2ന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു. പക്ഷെ കല്യാണത്തിന് ഇതുവരെയും ഗ്രീൻ സിഗ്നൽ കൊടുത്തില്ല നിത്യ. വിനു കുറച്ചുനാൾ കൂടെ പ്രേമിച്ച് പുറകെ നടക്കട്ടെ എന്നാണ് പെണ്ണിന്റെ വാദം. പണ്ടവൾ പുറകെ നിന്നതിൻ്റെയൊക്കെ കണക്ക് തീർക്കുവാണ്. നോക്കണ്ട മോനെ, ആയിട്ടില്ല. വിനുവിന്റെ ദയനീയ നോട്ടം കണ്ട് നിത്യ പറഞ്ഞു. ആ എന്റെ മാവ് ഉടനെ ഒന്നും പൂക്കില്ല പപ്പേ. നിരാശയോടെ വിനു പറഞ്ഞതും അവിടെ ആകെ പൊട്ടിച്ചിരി ഉയർന്നു. പെട്ടെന്ന് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തു. കമ്മീഷണർ മഹേഷ് എന്ന് കണ്ടതും ആൽഫിയുടെ നെറ്റിയൊന്ന് ചുളുങ്ങി. അവൻ എല്ലാവരിൽ നിന്നും മാറി ഹോസ്പിറ്റലിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ഹലോ സാർ. ആ ആൽഫി, തിരക്കാണെന്ന് അറിയാം. പിന്നെ വിളിച്ചത് അർജന്റായിട്ടൊരു കാര്യം പറയാനാണ്. ജോൺ തരകിൻ്റെയും എബി തരകിൻ്റെയും മിസ്സിംഗ് കേസ് ഇന്നത്തോടെ ക്രൈംബ്രാഞ്ച് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ അന്വേഷണമായി മുന്നോട്ട് പോകണമെന്ന ഡിപ്പാർട്ട്മെന്റ് തീരുമാനം. അതൊന്ന് തന്നെ വിളിച്ച് അറിയിക്കാനാണ് വിളിച്ച്. ഓക്കെ സർ, താങ്ക്സ്. ചിരിയോടെ പറഞ്ഞ ആ കോള് കട്ട് ചെയ്ത് ആൽഫി മുന്നിൽ ആ വലിയ കെട്ടിടത്തിലേക്ക് നോക്കി. അവൻ്റെ ചുണ്ടിലൊരു പൂച്ചച്ചിരി നിറഞ്ഞു. വീണയുടെ പേര് കുത്തി ആ വലിയ കെട്ടിടത്തിനടിയിലുണ്ട് കാണാതായ ജോണും എബിയും. ഇരുവരുടെയും നെഞ്ചത്ത് മണ്ണിട്ടാണ് ഹോസ്പിറ്റലിന്റെ തറക്കല്ല് കെട്ടിപ്പൊക്കിയത്. തിളങ്ങുന്ന നീലക്കണ്ണുകളോട് അവൻ ഓർത്തു. ഇച്ചായ, പ്രിയപ്പെട്ടവളുടെ വിളി കേട്ടവൻ തിരിഞ്ഞു നോക്കി. അവനെ തട്ടി പുറത്തേക്ക് വന്നതാണ് നീയ.
ഇതെന്നാ ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല പെണ്ണെ, ചുമ്മാ ഇങ്ങനെ മാറി നിന്നാലേ തിരക്ക് നീ വരുമെന്ന് എനിക്കറിയാലോ. പെണ്ണെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചൊരു കള്ളച്ചിരിയോട് ആൽഫി പറഞ്ഞു. ഓ റൊമാൻറ്റിക് ആണല്ലേ കടുവ. പിന്നില്ലേ, നീ ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ എൻ്റെ കണ്ടോട് പോകുന്ന നിനക്ക് അറിഞ്ഞൂടെ ഭാര്യ? പെണ്ണിൻ്റെ കാതിരക്കിലേക്ക് ചുണ്ടു ചേർത്തവൻ പറഞ്ഞതും നീ അവനെ നെഞ്ചിൽ ചെറുതായിപ്പിച്ച്. പെട്ടെന്നൊരു തണുത്ത കാറ്റിനോടൊപ്പം മൂടി അണച്ചൊരു മഴ വന്നു ഇരുവരെയും മൂടി. ആൽഫി നീയയുമായി അകത്തേക്ക് പോകാനായി തുടങ്ങിയതും അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. നനയാൻ തോന്നിച്ചായ? കണ്ണുകളിൽ പ്രണയം നിറച്ചവൾ പറയവേ അവൻ നീലക്കണ്ണുകൾ തിളങ്ങി. എനിക്കും ഈ മഴ പോലെ നിന്നിൽ നനഞ്ഞ് നിന്നിൽ അലിയാൻ മാത്രം കൊതിയാവുന്ന പെണ്ണെ. പ്രിയപ്പെട്ടവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ച് ആൽഫി പറഞ്ഞു, ഒരുപാട് ഇഷ്ടത്തോടെ, അത്രയും പ്രണയത്തോടെ. നീലക്കണ്ണുള്ള രാജകുമാരനെ പ്രണയിച്ചവളുടെ ചുണ്ടുകളിൽ ഒരിക്കലും മായാത്തൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. സ്നേഹപൂർവ്വം സാലിം കരുളായി.